ബെസ്റ്റ് സൂപ്പർ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർ മാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു. അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് ഹൈപ്പർ മാർട്ട് എടവണ്ണപ്പാറ. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യവും നരേന്ദ്രമോദിക്ക് പ്രതിഷേധവും അർപ്പിച്ച് വാഴക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രകടനം നടത്തി. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് കൃത്യമായ കണക്കുകളോടെ ജനമധ്യത്തിൽ തുറന്നു കാണിച്ച ജനാധിപത്യത്തിന്റെ കാവലാൾ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചും ജനാധിപത്യത്തെ കശാപ്പു ചെയ്ത് കള്ളവോട്ടിലൂടെ രാജ്യം പിടിച്ചടക്കിയ നരേന്ദ്രമോദി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും വാഴക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴക്കാട് അങ്ങാടിയിൽ ചൗക്കിദാർ ചോർ ഹെ മുദ്രാവാക്യമുയർത്തി പ്രതിഷേധ പ്രകടനം നടത്തി. ചീനി ബസാറിൽ നിന്ന് ആരംഭിച്ച് വാഴക്കാട് അങ്ങാടി ചുറ്റി ചീനി ബസാറിൽ സമാപിച്ചു. പ്രതിഷേധ സംഗമം ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PR രോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് പറയപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള രാജ്യം ലോകത്തിന് കാണിച്ചു കൊടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ അട്ടിമറിക്കുന്ന നിലപാട് വിളവ് വേലി തിന്നുന്നത് പോലെയാണ് ഇന്ന് രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് മുന്നോട്ട് കടന്നു പോകുന്നത്. നമുക്കറിയാം, ഈജിപ്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, കെയ്റോ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായപ്പോൾ ആ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് വേണ്ടി ഇന്ത്യയുടെ ജനാധിപത്യം കടമെടുത്ത ഒരു രാഷ്ട്രീയ കാലഘട്ടം, ഒരു രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിയ കാലഘട്ടം നമുക്കറിയാം. പക്ഷേ ആ ജനാധിപത്യത്തിൻ്റെ എല്ലാ സീമന്തരേഖകളും ലംഘിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭരണകൂടത്തിൻ്റെ ശിലാകേന്ദ്രങ്ങൾ പിടിച്ചടക്കി ഉണ്ടാക്കിയ ചില രാഷ്ട്രീയ നീക്കുപോക്കൾ നമുക്കറിയാം. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി മുതൽ ഈ രാജ്യത്തെ ഗവർണർമാർ മുതലുള്ള മുഴുവൻ അധികാര കേന്ദ്രങ്ങളും പതുക്കെ സംഘപരിവാർ കാവ്യവൽക്കരിച്ചുകൊണ്ട് രാജ്യത്തെ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ കോടതികളെപ്പോലും നോക്കുകുത്തികളാക്കി നിൽക്കുന്ന, ജഡ്ജി നിയമനത്തിൽ പോലും നോക്കുകുത്തുമാക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു ലംഘനമായി ഇന്ന് രാജ്യം മുന്നോട്ട് കടന്നു പോകുമ്പോൾ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജയ്സൽ എളമരം അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CV സക്കറിയ, DCC മെമ്പർ M മാധവൻ, ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ PK മുരളീധരൻ, O വിശ്വനാഥൻ, KP രവീന്ദ്രനാഥ്, മുസ്തഫ വാഴക്കാട്, KT ഷിഹാബ്, GCA കരീം, UK അസൈൻ, AC പത്മാവതി, PK ആലിക്കോയ, P രവീന്ദ്രനാഥ്, C സുനിൽകുമാർ, ആലുങ്ങൽ ആമിന, CK റഷീദ്, പോഷക സംഘടനാ നേതാക്കളും ഭാരവാഹികളും പങ്കെടുത്തു. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 1947 ശേഷം ഒരുപാട് സമരങ്ങൾ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. ഭരണകക്ഷിയായ സമയത്തും പ്രതിപക്ഷമായ സമയത്തും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിട്ടുള്ള ആ വലിയ ഭൂതം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യ രാജ്യത്ത് ആ ജനാധിപത്യത്തെ പാടെ അട്ടിമറിക്കുന്ന രൂപത്തിലുള്ള സംവിധാനമാണ് ഈ പ്രാവശ്യം ഈ വോട്ട് അട്ടിമറി കൊണ്ടുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട കണക്ക് പ്രകാരം കൃത്യമായിട്ടുള്ള വോട്ടെടുപ്പ് നടന്നിരുന്നെങ്കിൽ ഇന്ന് BJP കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി തീർച്ചയായും അധികാരത്തിലുണ്ടാകുമെന്നതിൽ തർക്കമില്ല. ന്യൂസ് 10 വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ Facebook പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.